ഉണ്ടിരുന്ന നായർക്ക് വിളി വന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഹൈക്കമാൻഡിന് സുധാകരനെ മാറ്റാനുള്ള തോന്നലുണ്ടായത്. അത് ഗുണത്തിനോ ദോഷത്തിനോ എന്ന് കണ്ടു തന്നെ അറിയണം. സുധാകരനെ മാറ്റിയെങ്കിലും സുധാകരൻ കത്തിച്ച തിരി അത് പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. പാർട്ടിക്കകത്തുള്ള കുറെ സുധാകര അനുകൂലികൾ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പിന്തുണയ്ക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല, തന്നെ ഒഴിവാക്കിയതിലുള്ള വിഷമം സുധാകരൻ ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കുമെന്നതും സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തിൽ കെ സുധാകരനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി നേതൃത്വ മാറ്റത്തിലേക്ക് പോവാനാണ് AICC ശ്രമിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായാൽ അത് തിരഞ്ഞെടുപ്പിനെ ഫലത്തെ തന്നെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ അനൈക്യം തിരിച്ചടിയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തൽക്കാലം മാറില്ലെന്ന കെ സുധാകരന്റെ നിലപാട് ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടിരുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതൃമാറ്റം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ദുർബലമായ ഒരു പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാന ഭരണം പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് CPIM സംസ്ഥാനത്ത് നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ശക്തിപ്പെടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചടിയായിരിക്കും ഫലം. ഇതൊക്കെ തന്നെയാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസ് ഗുജറാത്ത് കൺവെൻഷനിൽ വിവിധ സംസ്ഥാനങ്ങളിലെ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും കൂടുതൽ അധികാരങ്ങൾ DCCകൾക്ക് നൽകാനും തീരുമാനം കൈക്കൊണ്ടിരുന്നു. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് പൊതു നേതൃത്വം വേണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. എന്നാൽ കെ സുധാകരൻ വഴങ്ങാതെ വന്നതോടുകൂടി കേരളത്തിൽ ഗുജറാത്ത് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ വന്നതോടുകൂടി ആകെ ആശങ്കയിലായിരുന്നു കാര്യങ്ങൾ. സംസ്ഥാനത്ത് 4 മാസത്തിനിടയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും കോർപ്പറേഷൻ ഭരണം തിരിച്ചെടുക്കാനും വയനാട് കൺവെൻഷനിൽ തീരുമാനമായിരുന്നു. ഇതിനായി സമിതിക്ക് രൂപം നൽകുകയും PCC ഭാരവാഹികൾക്ക് ഓരോ കോർപ്പറേഷന്റെയും ചുമതല നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കെ സുധാകരനും VD സതീശനും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ കാരണം ഈ സമിതികൾ ചാപ്പിള്ളയായി മാറുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചു പിടിക്കാനായുള്ള ശക്തമായ നീക്കത്തിനിടയിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നത തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഘടകകക്ഷിയായി ലീഗിനുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റുന്നതാണ് ഉചിതമെന്ന നിലപാടിലാണ് ഘടകകക്ഷി നേതാക്കൾ. ഇനിയിപ്പോൾ പന്തിരിക്കുന്നത് സുധാകരന്റെ കോർട്ടിലാണ്. സുധാകരൻ അത് എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാമെന്നതുകൊണ്ട് തന്നെ സുധാകരനെ ഒന്ന് മയപ്പെടുത്താൻ ഹൈക്കമാൻഡ് എന്തൊക്കെ നാടകങ്ങൾ കളിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.